എന്നും ഈ മലയാളിയുടെ വീഡിയോയല്ലേ കാണുന്നേ. ഇന്നൊരു വെറൈറ്റിക്ക് എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. രാവിലെ തന്നെ കുറച്ച് മീൻതല തിന്നു. മലയാളി എണീക്കാൻ താമസിച്ചത് കാരണം അതിന്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. പിന്നെ പോയി കുളിച്ച് ഞാൻ യോഗ ചെയ്തോണ്ടേ കുളിക്കാറുള്ളൂ. അപ്പൊ അതാ അമ്മച്ചി എന്നെ വെളിയിൽ പൂട്ടിയിട്ട് ഒറ്റയ്ക്ക് മീൻ വെട്ടുന്നു. ഞാൻ പിന്നെ മതിലൊക്കെ ചാടി വന്ന് കൂട്ടിയിരുന്നു. അപ്പോഴേ അമ്മച്ചിക്ക് മനസ്സിലായിട്ട് പറഞ്ഞു മീൻകറി വെച്ചിട്ടേ മീൻ തരത്തുള്ളൂന്ന് പറഞ്ഞു. ആ വിഷമത്തിന് ഞാൻ പോയിട്ട് അപ്പുറത്തവനുമായിട്ട് വഴക്കിട്ട് ആ വഴി 4 പൂടയും പോയി കിട്ടി. ഇവന്മാർക്കൊക്കെ എന്റെ സൈസിന് പറ്റിയ കസേര ഉണ്ടാക്കിയത് എന്നവാ. തല വലത്തോട്ടും കാലെടുത്തോട്ടും വെച്ച ഞാൻ ഇപ്പൊ ഉറങ്ങുന്ന കഷ്ടപ്പാടാന്നേ. ഇവൾ എന്നവാ ഈ കാണിക്കുന്ന വിടടി എന്റെ വലിയുന്നത്. അമ്മേ ഇപ്പൊ കുഴിയിൽ വീണ ചത്തേനെ. മീൻകറി ആയെന്ന് തോന്നുന്നു. പോയി പാവത്തെ പോലെ ഇരുന്ന് കാണിക്ക. സംഗതി ഏറ്റു വയറ് നിറഞ്ഞോണ്ട് പുറത്തു പോയി മണ്ണിലുള്ളാവുന്ന ഓർത്തപ്പോ അതാ എന്റെ ടെറിട്ടറിയിൽ കൂടി വേറെ ഒരുത്തി പോന്നു. എനിക്ക് കിട്ടുന്ന ചോറമീന് നാളെ ഇവിടെ തിന്നുള്ള നാരുണ്ട്. അങ്ങനെ അവളെ പിടിക്കാൻ ഓടിയപ്പോ മുയലാളി എന്റെ പുറകെ ഓടി കയത്തിന് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. വിടടി എടി വിടടി എടി എടി വിടടി എന്നെ. ഞാൻ മുയലല്ലടി പൂച്ചയാടി. ഒരു പ്ലേറ്റ് ചോറും മീനും കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ സഹിക്കണം ഭഗവാനെ. മുയലാളി എന്നെ ഭൂമിയിലോട്ട് കാല് കുത്തിച്ചത് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഓടി. കുറച്ചു കഴിഞ്ഞ് മുയലാളിയുടെ മുറിയിൽ വന്ന് ഇവിടാനെ കളിക്കാൻ കുറെ സാധനങ്ങളുണ്ട്. ഇവനേതാ? നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടാ പറ്റി. നീ എന്നെ പറ്റിക്കാറായുടെ കള്ള ബെടുവേ. മുയലാളിക്ക് ഞാൻ ഇവിടെ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് ഓടിച്ച് ആ വിഷമത്തിൽ ഞാൻ താഴെ പോയി കിടന്ന് ഉറങ്ങി. ഇനി വൈകിട്ട് എന്നാ കിട്ടുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് സ്വപ്നം കണ്ട് ഞാൻ ഉണർന്നു പോയി. ഉണർന്നു കഴിഞ്ഞാൽ മുയലാളി എന്നെ വെറുതെ എടുത്തില്ല. അക്രമോ ചോറിഞ്ഞ എന്റെ മാന്ത വാങ്ങിയിട്ട് പോയില്ലേ ഒരു സമാധാനക്കേടാ മുയലാളിക്ക്. ഇനി ഇന്ന് വൈകിട്ടത്തേന് മുയലാളി എനിക്ക് ചൈനീസ് ഫുഡാ തന്നത്. അത് ഞാൻ പിന്നെ മാക്കാ അടിച്ചു കയറ്റി. ഇത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ വൈകുന്നേരം വരെ ഒന്നും വേണ്ട. വയറങ്ങ് പെട്ടി പോലെ ഇരുന്നോളൂ. അല്ലെങ്കിലും എന്നെ പറ്റിക്ക് എളുപ്പമാണല്ലോ ഇവർക്ക്. അപ്പൊ എങ്ങനെയൊക്കെയാണ് പിള്ളേരെ എന്റെ ഒരു ഡേ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാന്നുണ്ടെങ്കിൽ ഞാൻ മുയലാളിയോട് പറയാം. ഈ ട്രെയിൻ കാണുന്ന സ്ഥിതിക്ക് ഒരു ലൈക്കും കമന്റ് കൂടി ഇട്ടേച്ചും പൊക്കോ.